ഹായ് ഫ്രണ്ട്സ്, Jdvlogsലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് നമുക്കൊരു ബോട്ടിൽ ആർട്ട് ക്രിയേറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഫസ്റ്റ് ഒരു ബോട്ടിലായിട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബോട്ടിൽ വേണം, ഗ്ലാസ് ബോട്ടിൽ വേണം അല്ലേ. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബോട്ടിൽ ഇതിലാണ്. അപ്പം അതിനുശേഷം നമുക്ക് ഒരു ബേസ് കോട്ട് വേണം, ബേസ് കോട്ട് അടിക്കണം. ബേസ് കോട്ട് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ഞാനൊരു 2 കളർ യൂസ് ചെയ്യുന്നുണ്ട്. 2 കളർ എന്ന് പറഞ്ഞാൽ ഹാഫായിട്ട്, ടോപ്പിൽ വേറൊരു കളറ്, ബോട്ടം വേറൊരു കളർ. അപ്പം ഇത് നമ്മൾ സെൻറ്റർ ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം. അപ്പം നമ്മൾ ഈ കുപ്പിയുടെ സെൻട്രൽ പോർഷൻ വന്നിട്ട് ടേപ്പ് വെച്ചൊട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ടോപ്പിൽ ഞാനിപ്പോൾ അടിക്കാൻ പോകുന്ന കളർ വൈറ്റ് ആണ്, വൈറ്റ് അക്രിലിക് പെയിന്റ് ആണ്. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് റെഡ്. അപ്പം അടുത്തായിട്ട് നമുക്ക് അത് ചെയ്യാം. ഈ പെയിന്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ബ്രഷിലും അല്ലെങ്കിൽ നമുക്ക് സ്പോഞ്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്പോഞ്ച് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നമുക്ക് ഈസി. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോഞ്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഫസ്റ്റ് കോട്ടേ ആയിട്ടുള്ളൂ. ഇതുപോലെ തന്നെ 2 കോട്ടും കൂടി അടിച്ച് നല്ലതുപോലെ ഡ്രൈ ആവണം. എന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫിംഗർ വെച്ചിട്ട് ഫ്ലവർ വരയ്ക്കണം. ഇപ്പം ഫസ്റ്റ് നമുക്ക് ഈ സെൻട്രൽ പോർഷനിൽ വന്നിട്ട് ചുറ്റും നമുക്ക് ഫ്ലവർ വരയ്ക്കാം. ഓക്കെ. അപ്പോൾ ഫ്ലവറിന് വേണ്ടി ഞാൻ റെഡ് അക്രിലിക് പെയിൻറ്റും പിന്നെ വൈറ്റും കൂടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിൽ റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ഈ ബോട്ടിലോട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുക.
ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫിംഗേഴ്സ് വെച്ചിട്ട് ചെയ്ത ഫ്ലവേഴ്സ്. അപ്പോൾ ഇനിയും ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ബാക്കി ഇതിൻ്റെ ലീവ്സും കാര്യങ്ങളൊക്കെ വരയ്ക്കണം. അത് നമുക്ക് ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഡീപ്പ് ഗ്രീൻ കളറും ഗോൾഡൻ യെല്ലോ കളറുമാണ്. അത് സ്റ്റെമ്മിനും ലീഫിനും വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് കമൻറ്റ്സ് അറിയിക്കണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് കാണാം. ബൈ.